നമ്മുടെ കറണ്ട് ബില്ലിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഡിവൈസ് ആണ് എ സി അല്ലെ, എയർ കണ്ടീഷണർ. അപ്പോൾ എയർ കണ്ടീഷണർ ഏകദേശം 1200 മുതൽ 1500 വരെ പവറൊക്കെ ഏകദേശം ഉപയോഗിക്കാറുണ്ട്. അത് വീട് റൂമിന്റെ സൈസ് ഒക്കെ അനുസരിച്ച് മാറാറുണ്ട്. ഏകദേശം 1200 വരെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ 8 മണിക്കൂറാണ് എ സി പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ 2 മാസത്തെ കറണ്ട് ബില്ലിൽ ഏകദേശം ഒരു 4000 മുതൽ 5000 രൂപയുടെ വ്യത്യാസം വരാറുണ്ട് ഒരു എ സിയിൽ നിന്ന് മാത്രം. അത്രയ്ക്ക് എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ് എ സി. അപ്പോൾ എ സി നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. ഈ ചൂട് കാലത്ത് ഉറപ്പായിട്ടും ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എ സി വാങ്ങുമ്പോൾ നിങ്ങളുടെ റൂമിന്റെ സൈസിന് അനുയോജ്യമായ എ സി വാങ്ങുക. സാധാരണ 10 ഫീറ്റ് ഇൻറ്റു 10 ഫീറ്റ് അടിയുള്ള, അതായത് ഒരു 100 സ്ക്വയർ ഫീറ്റിനകത്തുള്ള റൂം ആണെങ്കിൽ ഒരു 1 ടണ്ണിന്റെ എ സി മതിയാകും. ഓക്കെ, അതിൽ കൂടുതൽ ടണ്ണുള്ള എ സി വാങ്ങുന്നതിനനുസരിച്ച് കൂടുതൽ പവർ കൺസപ്ഷൻ വരികയും അതിനനുസരിച്ച് കൂടുതൽ എനർജി ബില്ല് വരികയും ചെയ്യും. നിങ്ങളുടെ റൂം എല്ലാ എല്ലാ ഹോളുകളും കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വളരെ ടൈറ്റ് ആയിട്ട് എയർ ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക. റൂമുകളൊക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് നിങ്ങളുടെ റൂമിൽ അടിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. കർട്ടൻസ് ഒക്കെ ഉപയോഗിച്ച് ഡയറക്റ്റ് സൺലൈറ്റ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ എ സിയോടൊപ്പം ആ തണുപ്പ് നമ്മുടെ റൂം ഫുള്ള് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫാൻ ഉപയോഗിക്കുന്നത് കറണ്ട് ബില്ല് കുറയ്ക്കാൻ സഹായിക്കും. ഈ ഫാൻ എന്ന് പറയുന്നത് സാധാരണ ഫാൻ ഉപയോഗിച്ചാൽ കുറെ കൂടെ കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് BLDC എന്ന് പറയുന്ന ഫാൻ ഉണ്ട്. BLDC ഫാന് സാധാരണ ഫാനിന്റെ പകുതി എനർജി പോലും ഉപയോഗിക്കത്തില്ല. അത്രയ്ക്ക് എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഫാനാണ് BLDC ഫാൻ. അതുപോലെ തന്നെ, അതായത് എ സിയോടൊപ്പം നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? BLDC ഫാനും കൂടി ഉപയോഗിക്കുക. വളരെ കുറഞ്ഞ സ്പീഡിൽ, ഹൈ സ്പീഡ് അല്ല, വളരെ ലോ സ്പീഡ് ഇടുമ്പോൾ അത്രയ്ക്ക് എനർജി കുറച്ചേ ആവുള്ളൂ. BLDC ഫാന് ചെറിയ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കും, എയർ സർക്കുലേഷൻ ഉണ്ടാവും, അപ്പം റൂം പെട്ടെന്ന് കൂളാവും. അതുപോലെ തന്നെ നിങ്ങളുടെ എ സിയുടെ ടെമ്പറേച്ചർ ഒരു 26 to 27 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എനർജി നമുക്ക് ലാഭിക്കാൻ പറ്റും. ടെമ്പറേച്ചർ ഒരു 18°C 17°C സെറ്റ് ചെയ്യാതിരിക്കുക. അത് വളരെയധികം എനർജി കൺസപ്ഷന് വേണ്ടി ഇടയാക്കും. അതുപോലെ തന്നെ എ സി വാങ്ങുമ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള, അതായത് എനർജി എഫിഷ്യൻസി ഏറ്റവും കൂടുതലുള്ള 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള എ സി തന്നെ നോക്കി വാങ്ങാൻ വേണ്ടി നോക്കുക. കാരണം അതിന് വില കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു 1-2 വർഷം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആ കൂടുതൽ കൊടുത്ത കാശ് തിരിച്ചു വരികയും പിന്നീടുള്ള മാസങ്ങളുടെ ഉപയോഗത്തിൽ ആ കാശ് നമുക്ക് കൂടുതൽ ലാഭിക്കാനും പറ്റും. പിന്നെ നമ്മുടെ എനർജി പവർ സേവിങ് മോഡൊക്കെ മിക്കവാറും എ സികളിൽ കാണും. അത് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് എ സി മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അതായത് വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യുക, ഒരു ഓപ്പറേറ്ററെ വിളിച്ച് എ സി ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റാനുള്ള ഡിവൈസുകളൊക്കെ റീപ്ലേസ് ചെയ്ത് എന്ത് ചെയ്യുക, വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ എനർജി കൺസപ്ഷൻ ഒരുപാട് വീണ്ടും കൂടാനാണ് അത് സഹായിക്കുക. അതുകൊണ്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എ സി എന്ത് ചെയ്യുക, ഓഫ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക.